ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യു.പി. കുട്ടികളുടെ സ്വദേശ് മെഗാ ക്വിസിലെ ഒരു ടോപ്പിക്കാണ് നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കെ തായാട്ടിൻ്റെ പുസ്തകം. ഈ പുസ്തകത്തിൽ നിന്നുള്ള 2-ാം അധ്യായം തൊട്ട് 5-ാം അധ്യായത്തിൽ വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഈ വീഡിയോയിൽ പറയുന്ന പല ചോദ്യങ്ങളും നിങ്ങൾക്ക് ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ആദ്യം ആര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുവോ അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: നാം ചങ്ങല പൊട്ടിച്ച കഥ ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കെ തായാട്ടിൻ്റെ പുസ്തകം ഒരു ബാലസാഹിത്യമാണ്. ഈ ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. സ്വാഗത് AK, ആർദ്ര കൃഷ്ണ, അമൻ, ആത്മിക PA, അക്ഷിത M, സായൻ, ദേവതീർത്ഥ, അശ്വിനി, അഭിനവ്, വിഘ്നേഷ്, ലൂണ എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നാം ചങ്ങല പൊട്ടിച്ച കഥയിലെ 2-ാമത്തെ അധ്യായത്തിൻ്റെ പേരെന്താണ്? നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കെ തായാട്ടിൻ്റെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായമാണ് 100 വർഷങ്ങൾക്കു ശേഷം. രണ്ടാമത്തെ ചോദ്യം: 1857 ഇംഗ്ലീഷുകാർക്കെതിരെ പട്ടാള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ രാജാവ് ആരാണ്? ബഹദൂർ ഷാ ആണ് ആ മുഗൾ രാജാവ്. മൂന്നാമത്തെ ചോദ്യം: 1857 സ്വാതന്ത്ര്യ സമരത്തെ ഏത് പേരിലാണ് ബ്രിട്ടീഷുകാർ വിളിച്ചത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ചത് ശിപ്പായി ലഹള എന്നായിരുന്നു. നാലാമത്തെ ചോദ്യം: സ്വാതന്ത്ര്യ സമര കഥയിലെ ആദ്യത്തെ രക്തസാക്ഷിയായി വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നത് മംഗൾ പാണ്ഡെയെയാണ്. അഞ്ചാമത്തെ ചോദ്യം: 1857 വിപ്ലവത്തിൻ്റെ അതിക്രമങ്ങളെ വിവരിക്കുന്നത് നെഹ്റുവിൻ്റെ ഏത് പുസ്തകത്തിലാണ്? വിപ്ലവത്തിൻ്റെ അതിക്രമങ്ങളെ വിവരിക്കുന്ന നെഹ്റുവിൻ്റെ പുസ്തകമാണ് വിശ്വചരിത്ര അവലോകനം. ആറാമത്തെ ചോദ്യം: ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടിയ ആദ്യത്തെ വനിത ആരാണ്? ഝാൻസിയിലെ റാണി ലക്ഷ്മി ബായി ആണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആദ്യത്തെ വനിത. ഏഴാമത്തെ ചോദ്യം: 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? സവർക്കർ ആണ് 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകം എഴുതിയത്. എട്ടാമത്തെ ചോദ്യം ഇതാണ്: റാണി ലക്ഷ്മി ബായിക്കു വേണ്ടി ഉണ്ടാക്കിയ സ്മാരകത്തിൻ്റെ പേരെന്താണ്? ഫൂൾബാഗ് എന്നാണ് റാണി ലക്ഷ്മി ബായിക്കു വേണ്ടി ഉണ്ടാക്കിയ സ്മാരകത്തിൻ്റെ പേര്. ഒൻപതാമത്തെ ചോദ്യം: 1857 സമരത്തിൽ പങ്കെടുത്ത മറ്റു പ്രധാനികൾ ആരൊക്കെയാണ്? സമരത്തിൽ പങ്കെടുത്ത മറ്റു പ്രധാനികൾ നാനാ സാഹിബ്, താന്തിയോ തോപ്പി, ഹിക്ക് മത്തുള്ള, ഹുക്കും ചന്ദ്, കൻവർ സിംഗ്, പീർ മുഹമ്മദ് അലി എന്നിവരാണ്. വീഡിയോയിലെ 10-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സർക്കാർ ജോലി വേണ്ടെന്ന് വെച്ച് 1857 സമരത്തിന് ഇറങ്ങിയത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഹിക്മത്തുള്ള എന്ന് പറയുന്ന ഡെപ്യൂട്ടി കളക്ടറാണ് സർക്കാർ ജോലി രാജിവെച്ച് 1857 സമരത്തിന് ഇറങ്ങിയത്. 11-ാമത്തെ ചോദ്യം: നിങ്ങൾക്കെന്നെ തൂക്കിക്കൊല്ലാം, പക്ഷെ ആദർശം മരിക്കുമോ? ഞങ്ങളെപ്പോലുള്ളവരുടെ ചോരയിൽ നിന്നും 1000 ധീരന്മാർ ഇവിടെ ജനിക്കും എന്ന് പറഞ്ഞ് തൂക്കിലേറിയ വീരനാര്? ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പീർ മുഹമ്മദ് അലിയാണ്. പീർ മുഹമ്മദ് അലിയെ തൂക്കിലേറ്റുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ വാക്കുകൾ പറഞ്ഞത്. 13-ാമത്തെ ചോദ്യം: ഹം ഹം ഇസ്കെ മാലിക്, ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പതാക ഗാനം എഴുതിയത് ആരാണ്?
അജിമുല്ല ഖാനാണ് നമ്മളിപ്പോൾ പറഞ്ഞ പതാക ഗാനം എഴുതിയത്. 14ാമത്തെ ചോദ്യം, ഈ ചെറുപ്പക്കാരന് ദേശസ്നേഹം കൊണ്ട് സമനില തെറ്റിയിരിക്കുന്നു. ആരെക്കുറിച്ചാണ് ആളുകൾ ഇങ്ങനെ പറഞ്ഞത്? വാസുദേവ ബൽവന്ത് പാത്കെ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് ആളുകൾ ഇങ്ങനെ പറഞ്ഞത്. രണ്ടാം ശിവജി എന്നും ഇദ്ദേഹത്തെ ആളുകൾ വിളിക്കാറുണ്ട്. 15ാമത്തെ ചോദ്യം, നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന കൃതിയിലെ 4ാം അധ്യായത്തിൻ്റെ പേരെന്താണ്? ഉത്തിഷ്ഠത ജാഗ്രത എന്നാണ് നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന കൃതിയിലെ 4ാമത്തെ അധ്യായത്തിൻ്റെ പേര്. 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യം ഇതാണ്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യകാലത്ത് ബംഗാളിൽ ജീവിച്ചിരുന്ന കവികൾ ആരൊക്കെയാണ്? രംഗലാൽ ബന്ദോപാധ്യായ, ഹേമചന്ദ്ര ബന്ദോപാധ്യായ എന്നിവരാണ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ആദ്യകാലത്ത് ബംഗാളിൽ ജീവിച്ചിരുന്ന കവികൾ. 16ാമത്തെ ചോദ്യം, വന്ദേ മാതരം എഴുതിയ ബംഗാളി എഴുത്തുകാരൻ ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്ന കൃതിയിലാണ് വന്ദേ മാതരം എന്ന ഗാനം എഴുതിയിരിക്കുന്നത്. 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. 17ാമത്തെ ചോദ്യം, റാം മോഹൻ റായ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയത് ആരാണ്? റാം മോഹൻ റോയ്ക്ക് ഷാം അംല എന്ന് പറയുന്ന നവാബാണ് രാജ് എന്ന് പറയുന്ന ബഹുമതി നൽകിയത്. അങ്ങനെയാണ് അദ്ദേഹം രാജാറാം മോഹൻ റായ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. 18ാമത്തെ ചോദ്യം ഇതാണ്, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. 19ാമത്തെ ചോദ്യം, ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. വീഡിയോയിലെ 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. 20ാമത്തെ ചോദ്യം ഇതാണ്, ദേശീയ ഭാഷയായി ഹിന്ദി സ്വീകരിക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട സന്യാസി ആരാണ്? സന്യാസിയായ ദയാനന്ദ സരസ്വതിയാണ് നമ്മുടെ ദേശീയ ഭാഷയായി ഹിന്ദി സ്വീകരിക്കണമെന്ന് ആദ്യമായി പറഞ്ഞ സന്യാസി. 21ാമത്തെ ചോദ്യം, ആലസ്യം വിട്ട് ഉണരൂ, ലക്ഷ്യം എത്തുവോളം മുന്നോട്ട് കുതിക്കുക എന്നർത്ഥം വരുന്ന ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറഞ്ഞ വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. 22ാമത്തെ ചോദ്യം, സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ആരായിരുന്നു? ശ്രീരാമകൃഷ്ണൻ പരമഹംസനാണ് സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നത്. 23ാമത്തെ ചോദ്യം ഇതാണ്, നാം ചങ്ങല പൊട്ടിച്ച കഥയിലെ 5ാം അധ്യായത്തിൻ്റെ പേരെന്താണ്? ഒരു ബിന്ദുവിൽ നിന്നുണർന്ന മഹാപ്രവാഹം പോലെ എന്നാണ് നാം ചങ്ങല പൊട്ടിച്ച കഥയിലെ 5ാം അധ്യായത്തിൻ്റെ പേര്. 24ാമത്തെ ചോദ്യം, ബോംബെയിൽ വെച്ച് ഇന്ത്യക്കാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്ത സായിപ്പ് ആരാണ്? A.O. ഹ്യൂമാണ് ബോംബെയിൽ വെച്ച് ഇന്ത്യക്കാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്ത സായിപ്പ്. വീഡിയോയിലെ 25ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. A.O. ഹ്യൂം വിളിച്ചു ചേർത്ത യോഗത്തിൽ പിറന്ന പ്രസ്ഥാനം ഏതായിരുന്നു? A.O. ഹ്യൂം വിളിച്ചു ചേർത്ത യോഗത്തിൽ പിറന്ന പ്രസ്ഥാനമാണ് ഇന്ത്യ നാഷണൽ യൂണിയൻ. ഇതാണ് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിലേക്കായത്. 26ാമത്തെ ചോദ്യം, 1886, 1893, 1906 എന്നീ വർഷങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരാണ്? 1886, 1893, 1906 എന്നീ വർഷങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വദ്യവയോധികൻ എന്ന പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്നു. 27ാമത്തെ ചോദ്യം, ഗോപാലകൃഷ്ണ ഗോഖലെ നമ്മൾ നേരത്തെ പറഞ്ഞ ദാദാഭായ് നവറോജിയെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്?
തിളങ്ങി നിന്ന് വെളിച്ചം കാണിച്ച നക്ഷത്രദീപം എന്നാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ദാദാഭായ് നവറോജിയെ വിശേഷിപ്പിച്ചത്. ക്വിസ് ആൻഡ് ഫാക്ട്സിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും PDF രൂപത്തിൽ ലഭിക്കുവാനായി നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വെളിച്ചത്തോടൊപ്പം ചൂടും പ്രസരിക്കുന്ന ജ്വാല എന്ന് വിശേഷിക്കപ്പെട്ട നേതാവ് ആരാണ്? ബാലഗംഗാധര തിലക്കാണ് വെളിച്ചത്തോടൊപ്പം ചുട്ടുപ്രസരിക്കുന്ന ജ്വാല എന്ന് വിശേഷിക്കപ്പെട്ട നേതാവ്. അങ്ങനെ 28 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന കൃതിയിലെ 2-ാം അധ്യായം തൊട്ട് 5-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പും സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട കുറേയധികം വീഡിയോകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലൊക്കെ 60 ചോദ്യങ്ങളോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും കാണുക. കാരണം അതിലുള്ള ൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാർക്ക് സ്വദേശ് മെഗാ ക്വിസിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തോടൊപ്പം പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോയിൽ നിങ്ങളെ വിന്നറായി പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ. 1857 സ്വാതന്ത്ര്യ സമരത്തെ ഏത് പേരിലാണ് ബ്രിട്ടീഷുകാർ വിളിച്ചത്? ഉത്തരമറിയുന്ന എല്ലാവരും നിങ്ങളുടെ ഉത്തരവും അതിൻ്റെ കൂടെ പേരും കൂടി രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ വിന്നറെ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.